കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കുറ്റിപ്പള്ളം വില്ലേജ് സമ്മേളനം നല്ലേപ്പിള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു. തൊഴിലാളി ക്ഷേമം, സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തൽ, ഗ്രാമതല പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കൽ തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയായി. KSKTU Zindabad. KSKTU Zindabad. KSKTU Zindabad. KSKTU Zindabad. Uyeru padage, uyeru padage. Uyeru padage, uyeru padage. Uyeru padage, uyeru padage. Uyeru padage, uyeru padage. Vanluyarnu varakku padage. Vanluyarnu varakku padage. Vanluyarnu varakku padage. Vanluyarnu varakku padage. Vanluyarnu varakkumbol. Vanluyarnu varakkumbol. Vargiyattam tuliyette. Vargiyattam tuliyette. Vargiyattam tuliyette. Vargiyattam tuliyette. Rattekandana Zindabad. KSKTU ജില്ലാ കമ്മിറ്റി അംഗം എസ് രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ സമ്മേളനത്തിന്റെ ഗൗരവം സഖാക്കൾ ഇപ്പോൾ മനസ്സിലാക്കി കാണും. അതിനുവേണ്ടിയാണ് ഈ സമ്മേളനങ്ങളെല്ലാം തന്നെ നമ്മൾ നടക്കുന്നത്. ഇന്ന് നമ്മളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം നടത്തി. ആ ഭരണം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ സമ്മേളനങ്ങൾ ചെയ്യുന്നത്. ഭരിക്കുമ്പോൾ ചില ആളുകൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഇനി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുക. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കറിയാം. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒന്നാം പിണറായി ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള 5 മിഷനുകളുണ്ട്. 5 മിഷൻ. ആ 5 മിഷനുകൾ ഈ കേരളത്തിലെ സമസ്ത മേഖലകളെയും അവരുടെ ജീവിത പുരോഗതിയെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാർ 2016 അധികാരത്തിൽ വന്നതിന് ശേഷം അതിൽ ഏറ്റവും കൂടുതൽ കർഷക തൊഴിലാളി മേഖലയിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള നേട്ടങ്ങളാണ്. കർഷക തൊഴിലാളികളുടെയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കുന്നവരുടെയും പെൻഷനുകൾ എല്ലാം തന്നെ ഗവൺമെൻറ് വർദ്ധിപ്പിക്കുകയും അത് അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ എല്ലാ മാസവും അവരുടെ വീടുകളിൽ എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഗവൺമെന്റ് വന്നു. നിലവിലെ സാമൂഹിക സാമ്പത്തിക സാഹചര്യത്തിൽ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനും ഐക്യബോധം വളർത്തുന്നതിനും സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വില്ലേജ് പ്രസിഡന്റ് പി ഹരിദാസ് അധ്യക്ഷനായി. സമ്മേളനത്തിൽ രാജി രക്തസാക്ഷി പ്രമേയവും ദിവ്യ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. തുടർന്ന് വില്ലേജ് സെക്രട്ടറി ആർ ആറുശാമി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കഴിഞ്ഞ കാലയളവിൽ യൂണിയൻ നടത്തിയ പ്രവർത്തനങ്ങളും ഭാവി പ്രവർത്തന പദ്ധതികളും റിപ്പോർട്ടിൽ വിശദീകരിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ ജില്ലാ കമ്മിറ്റി അംഗം ഓമന, ശ്രീജിത് കുമാർ എന്നിവർ സംസാരിച്ചു. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണം, സംഘടനാ പ്രവർത്തനങ്ങൾ ഗ്രാമതലത്തിൽ കൂടുതൽ വ്യാപിപ്പിക്കൽ, വിവിധ ക്ഷേമ പദ്ധതികൾ തൊഴിലാളികളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഇടപെടലുകൾ എന്നിവയെക്കുറിച്ച് അവർ വിശദീകരിച്ചു. സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രവർത്തകരും പ്രതിനിധികളും സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. UTV ന്യൂസ്, പാലക്കാട്.